ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ശാരദ റൂമിൽ പോയിട്ട് കരയുകയാണ്. അപ്പോൾ കാവേരിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. നിളമോളെ സന്തോഷിപ്പിക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് ശാരദ റൂമിൽ പോയി കരയുന്നത്. അപ്പോൾ കാവേരിക്ക് കൂടെ ചെല്ലുകയാണ്. പുറകെയായിട്ട് കാവേരി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, അല്ല മോളെ, ഞാൻ ആകെ തകർന്നിരിക്കുകയായിരുന്നു. നിളമോളോട് നമ്മൾ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ അവൾ സ്കൂളിൽ പോവാതിരിക്കുമ്പോൾ അവൾക്ക് ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആ ഒരു കൂടെ ഉണ്ടാകുന്ന ആ ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ നഷ്ടപ്പെടില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ മോൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയാലോ എന്നുള്ളൊരു കാര്യത്തിലൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു. എന്തായാലും നിങ്ങളെല്ലാവരും ചേർന്ന് അവളെ സന്തോഷിപ്പിക്കുകയാണല്ലോ, അതൊരു ഭാഗ്യം തന്നെയാണ് എന്ന് പറഞ്ഞേക്കാണ്. അപ്പം അമ്മ വിഷമിക്കാതിരിക്കും, നിളമോൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ശാരദയെ കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ സമാധാനിപ്പിച്ചുകൊണ്ട് കാവേരി. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന കാവേരി നേരെ പോകുന്നത് ഒരു മാനേജറെ കാണാനാണ്, ഒരു ബാങ്കിലെ മാനേജറെ കാണാനാണ്. അങ്ങനെ ബാങ്കിലെ മാനേജരോട് സംസാരിക്കുകയാണ്. അപ്പം മാനേജർ പറയുന്നുണ്ട്, അതെ, അരവിന്ദൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുമോ സാറേ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ തരാലോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സിസ്റ്റത്തിൽ നോക്കിയിട്ട് പറയുകയാണ്, അതെ, ഇതിൽ നോമിനി ആയിട്ട് വെച്ചിട്ടുള്ളത് കാവേരിയെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നെയും ഒന്ന് ചോദിക്കുകയാണ്. അതെ, ഒരു 5 വർഷം മുമ്പ് വരെയും ശാരദ, അതായത് ഭാര്യയായിരുന്നു വെച്ചിരുന്നത്. 5 വർഷത്തിന് മുമ്പാണ് കാവേരിയുടെ പേര് വെച്ചത്. തനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ കാവേരി തൻ്റെ വീട് നോക്കിക്കോളുമെന്ന് അരവിന്ദന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അരവിന്ദൻ എൻ്റെ ഒരു കസ്റ്റമർ മാത്രമല്ല, ഞങ്ങളൊരു സുഹൃത്തുക്കളും കൂടിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അല്ല, അപ്പോൾ ഇത്ര നാളായിട്ടും നിങ്ങൾ എന്ത് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് വരാഞ്ഞത് എന്നും കൂടി മാനേജർ ചോദിക്കുമ്പോൾ, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സാറ് അച്ഛൻ എവിടെയാണ് അക്കൗണ്ടൊക്കെ ഉള്ളതെന്ന്, അമ്മയ്ക്കും അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പം എവിടുന്നാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അത് അച്ഛൻ്റെ ഫോണ്, ഗൾഫിൽ ഉപയോഗിച്ചിരുന്ന ഫോണ് കിട്ടി, അതിൽ കണ്ടായിരുന്നതാണ് ഈ ബാങ്കിനെ കുറിച്ചുള്ളത് എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. അല്ല സാറേ, എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അതെ, അരവിന്ദൻ്റെ എല്ലാ പൈസയ്ക്ക് ഇതിൽ തന്നെയാണ് വന്നിരുന്നത്. പക്ഷേ അരവിന്ദൻ ഇതിൽ നിന്നും ഒറ്റ പൈസ പിൻവലിച്ചിട്ടില്ല. പൈസ പിൻവലിക്കുന്നത് മുഴുവൻ ജയപാലനായിരുന്നു എന്ന് പറയുകയാണ്. അതെങ്ങനെയാണ് സാറേ അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്ന് അയാൾ പിൻവലിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ജയപാലൻ ഒരുപാട് വിശ്വാസമില്ലായിരുന്നു അരവിന്ദന്. അതുകൊണ്ട് തന്നെ ബ്ലാങ്ക് ചെക്കുകൾ ഒപ്പിട്ട് ജയപാലനെ ഏൽപ്പിച്ചിരുന്നു. ജയപാലൻ ഇടയ്ക്കിടയ്ക്ക് വലിയ എമൗണ്ടുകൾ തന്നെയാണ് ബാങ്കിൽ നിന്ന് പിൻവലിച്ചിരുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഡീറ്റെയിൽസ് തരാൻ പറയുമ്പോൾ കാവേരിയുടെ മെയിൽ ID പറയും, ഞാൻ അയക്കാമെന്ന് പറയുകയും അങ്ങനെ അതിലോട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ ഫോണിൽ മെയിലിൽ നോക്കുകയാണ്. അങ്ങനെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് കാവേരി ഞെട്ടിപ്പോവുകയാണ്. അയ്യോ എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താ കാവേരി എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അച്ഛൻ മരിച്ചതിന് ശേഷവും ഈ ബാങ്കിൽ നിന്ന് പൈസ പിൻവലിച്ചിട്ടുണ്ടല്ലോ സാറേ എന്ന് പറയുമ്പോൾ, അതെ, ജയപാലൻ വന്ന് പിൻവലിച്ചതാണ്. തന്നെയല്ല, വലിയ എമൗണ്ടുകൾ ചെക്കായിട്ടും പിന്നെ ചെറിയ എമൗണ്ടുകൾ പിൻവലിക്കാൻ അയാൾ അരവിന്ദൻ്റെ ATM കാർഡ് ഉപയോഗിച്ചിട്ടൊക്കെയാണ്. അത് രണ്ടും അയാളുടെ കൈവശമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ എന്തിനും നിൽക്കാൻ ഞാൻ തയ്യാറാണ്. അത് എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും ഞാൻ തരാം. അരവിന്ദൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് ബാങ്ക് മാനേജർ കാവേരിക്ക് വാക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ നിവിൻ്റെ അച്ഛനും അമ്മയും കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരുങ്ങി വന്നിരിക്കുകയാണ്. നിവിനെ വിളിക്കുന്നുണ്ട്. അപ്പം നിവിൻ അവിടെ വന്നിങ്ങനെ എത്തിച്ചു നോക്കുകയാണ്. നീ എന്താടാ ഈ വേഷത്തിൽ ട്രൗസറൊക്കെ ഇട്ടിട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനപ്പം ഞാൻ ഡ്രസ്സ് ഇടുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് അറിയില്ല, കല്യാണത്തിന് നിനക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, നിങ്ങളല്ലേ കല്യാണം തീരുമാനിച്ചത്, അപ്പം നിങ്ങൾ തന്നെ പോയി ഡ്രസ്സ് എടുത്താൽ മതി എന്നിങ്ങനെ നിവിൻ പറയുകയാണ്. കേട്ടോ അവൻ്റെ ഒരു അഹങ്കാരം എന്ന് പറയുകയാണ്. ഇവൻ്റെ ഈ അഹങ്കാരത്തിന് നമ്മൾ മരിക്കണം, അതാലേ ശരിയാവുള്ളൂ എന്ന് പറയും. എന്നാൽ പോയി രണ്ടും കൂടി ചാവ് എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. നിവിൻ അത്ര സഹിച്ച് മതിയായിട്ട്, അത്രയും ഓരോ ഇതൊക്കെ ഇട്ടിട്ട് മതിയായിട്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ അവൾ ദേഷ്യത്തോടു കൂടി മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. അപ്പം പറയുകയാണ്, കേട്ടാ അവൻ്റെ ഒരു ഇത്, അവനെ എങ്ങനെ വളർത്തിയതാണ്. ഇപ്പോൾ ഈ കല്യാണം വേണ്ടാന്ന് വെച്ചിട്ട് ആ കാവേരിയെ താലി കെട്ടി അവൻ ഇവിടേക്ക് കൊണ്ടുവരാം. അതിനുശേഷം നമ്മൾ രണ്ടുപേരും അവൻ്റെ ഭാര്യയുടെയും അടിമകളായി ഇവിടെ ജീവിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന വിനീതും അതുപോലെ തന്നെ വിനീതിൻ്റെ കൂട്ടുകാരനും കൂടിയിട്ട് അവിടേക്ക് വരികയാണ്. അതായത് അച്ഛനെ കാണാൻ വേണ്ടി വരികയാണ്, പള്ളിയിൽ അച്ഛനെ. അപ്പം അച്ഛനോട് സ്കൂളിലെ യൂണിഫോം ഒക്കെ തയ്ക്കേണ്ട കാര്യം, അതിൻ്റെ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, അയ്യോ സോറി വിനീത്, ഞാൻ ഈ കാര്യം
സ്കൂളിൽ സംസാരിച്ചായിരുന്നു. പക്ഷേ അവർ കുറച്ച് ഒരു ദിവസം മുന്നേ അവർ വേറെ ആർക്കും ഓർഡർ കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ആ വാക്ക് മാറ്റി പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം വിനീത് പറയുന്നുണ്ട്, സാരില്ല അച്ഛാ, അത് കുഴപ്പമില്ല, സാർ അച്ഛൻ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചല്ലോ, അത് മതി എന്ന് പറയുകയാണ്. അപ്പോൾ വിനീത് അവിടെ ഒന്ന് നിന്നേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ബേബിച്ചനും വിനീതും ആണുള്ളത്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, അതെ, തിരുവനന്തപുരത്ത് അവിടെ ഞാൻ പോകുന്നുണ്ട്, അവിടേക്ക് വരികയാണെങ്കിൽ അവിടെയുള്ള ഒരു പള്ളിയിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ തയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ വർക്ക് പിടിച്ചു തരികയും ചെയ്യാം എന്ന്. പക്ഷേ തിരുവനന്തപുരത്ത് അവിടെ തന്നെ താമസിക്കേണ്ടി വരും എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുന്ന ബേബിച്ചാൻ പറയുകയാണ്, അതിനെന്താ സാർ, അതിനെന്താ അച്ഛാ, വിനീതിന് 100 വട്ടം സമ്മതമാണ് എന്ന് പറയാൻ നിൽക്കുമ്പോൾ വിനീത് പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, എനിക്ക് പറ്റില്ല. കാരണം നമ്മുടെ ഈ നാടൊക്കെ വിട്ടിട്ട് നമ്മൾ ജനിച്ചു വളർന്ന നാടല്ല, അത് വിട്ട് അവിടെ പോയി നിൽക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ, എടോ, തനിക്ക് ഇവിടെ നിന്ന് ഈ നാട് വല്ലവരും കൊണ്ടുതരും, നാട് അവിടെ തന്നെ ഉണ്ടാകൂടോ എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. താൻ എന്തായാലും ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അച്ഛൻ അവിടെയൊന്നും പോവുകയും ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് സമയമായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബേബിച്ചൻ ചോദിക്കുന്നത്, എന്തിനാ വിനീത് നീ അത് വേണ്ടാന്ന് വെക്കുന്നത്, നല്ലൊരു കാര്യമല്ലേ. അപ്പം ഈ മലകളും ഈ കുന്നുകളും ഇതൊക്കെ വിട്ടിട്ട് പിന്നെ ഈ കാടും ഈ ആനമുട്ടയും പിന്നെ മാങ്ങാത്തൊലിയും ഒക്കെ ഇങ്ങനെ ബേബിച്ചൻ കൂട്ടിച്ചേർക്കുകയാണ്. നിനക്ക് വല്ല വട്ടുണ്ടോ, ഇതൊക്കെ അവിടെ പോയി 4 പൈസ ഉണ്ടാക്കിയിട്ട് വരാണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഗംഗയുടെ അരികിൽ വന്നിരിക്കുകയാണ്. ഗംഗ ദോശ ചുടുന്നുണ്ട്. അരികിലായിട്ട് അവൻ ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, സാമ്പാറും കൂട്ടിയിട്ട്. അപ്പോൾ അവളങ്ങനെ ചുട്ടുകൊടുക്കുകയാണ്. വിനീതേട്ടൻ വരും എന്നുള്ളത് അറിയില്ലായിരുന്നു, എല്ലാവരും ഭക്ഷണം കഴിച്ചു, ഞാനും കഴിച്ചു വിനീതേട്ട എന്ന് പറയുന്നുണ്ട്. അത് സാരില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സാമ്പാറിന് സൂപ്പറാട്ടോ ദോശ എന്ന് പറയുന്നുണ്ട്. എത്ര ദോശ എന്നാലും മതിയാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഗംഗ പറയാണ്, അതിന് സാമ്പാർ വെച്ചത് അമ്മയാണെന്ന് പറയുന്നുണ്ട്. ഓ അയ്യോ, അത് പിന്നെ അല്ല, ദോശ സൂപ്പറാ എന്നും പറയുകയാണ്. അപ്പം ആ സമയത്ത് അച്ഛനെ കാണാൻ പോയതും അച്ഛനിങ്ങനെ തിരുവനന്തപുരത്ത് വെച്ചിട്ട് താമസിച്ച് ജോലി ചെയ്യേണ്ട കാര്യം പറഞ്ഞതിനെ കുറിച്ചിട്ടും ഗംഗയോട് പറയുകയാണ്. അപ്പം ഗംഗയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പം ഗംഗ ഞെട്ടുകയാണ്. അപ്പം ഗംഗ ചോദിക്കുന്നത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, കേട്ടില്ലേ, ഗംഗ ഞെട്ടിയില്ലേ എന്ന് പറയണം. അപ്പം ഞാൻ ഞെട്ടിയതല്ല, ഞാൻ സർപ്രൈസ് കൊണ്ട് ഇങ്ങനെ നൽകിയതാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഗംഗയ്ക്ക് വിനീത് അവിടെ പോയി പണിയെടുക്കാൻ തന്നെയാണ്. അതുപോലെ തന്നെ കൂടെ തനിക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഗംഗയുടെ കൂട്ടുകാരി അവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ തുന്നൽ അവിടെ ഒരുപാട് ഇവിടുത്തെ പോലെയല്ല, നല്ല പൈസ കിട്ടുന്ന കാര്യം, പിന്നെ അവിടെ പൈസ ഉണ്ടാക്കാനൊക്കെ ഇവിടുത്തെ പോലെയല്ല, നല്ല പൈസ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഗംഗയ്ക്ക് കൂടുതൽ പട്ടണത്തിനോട് ഒരുപാട് താല്പര്യം തോന്നി നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.